ഇതുപോലെ കനലെരിയുന്നുണ്ട് ഓമനയമ്മൂമ്മയുടെ മനസ്സിൽ. കൊച്ചുമക്കളായ അനുപമയുടെയും അഭിനന്ദിൻ്റെയും ഭാവിയാണ് മനസ്സു നിറയെ. 12 വർഷം മുൻപാണ് ഓമനയുടെ മകൾ സുനന്ദ മരിച്ചത്. സുനന്ദയുടെ ഭർത്താവ് മക്കളെ ഉപേക്ഷിച്ച് പോയതോടെ ഇവർക്ക് അമ്മയും അച്ഛനും അമ്മൂമ്മയും എല്ലാം ഓമനയായി. പുലർച്ചെ 4 മണിയോടെ തുടങ്ങുന്ന അധ്വാനം പകലന്തിയോളം നീളും. കൊച്ചുമക്കളെ ഇനി എങ്ങനെ വളർത്തണമെന്നുള്ള ചിന്തയുള്ളായിരുന്നു. അല്ലാതെ അവളെ കൂടെ പോയാൽ അവർക്ക് ആരും ഇല്ലെന്ന് വിചാരിച്ച് അവളെ കൂടെ പോകാൻ തന്നെ ഞാൻ വിചാരിച്ചത്. പക്ഷേ പറ്റി ഇങ്ങനെയാണ് പോയത്. മക്കളെ വളർത്തണമല്ലോ എന്ന് ഇരിച്ച് ഇവരെ രണ്ടുപേരെയും കൊണ്ട് തന്നെ പണിക്കൊക്കെ പോയത്. പ്രായത്തിൻ്റെ അവശതകൾക്കിടയിലും കൃഷിപ്പണിക്കും കിളയ്ക്കാനും മതിൽ കെട്ടാനും തൊഴിലുറപ്പ് ജോലിക്കുമെല്ലാം ഓമനയമ്മൂമ്മ പോകും. ഒരേ ഒരു ചിന്ത മാത്രം, അനുപമയെ ഡോക്ടറാക്കണം. ഇവരെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് അവർ രണ്ടുപേരും പഠിക്കും. അതുകൊണ്ട് പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കണം. അവൾക്ക് ആഗ്രഹം ഡോക്ടർ ആവണമെന്ന്. അങ്ങനെ ആക്കും. ഡോക്ടർ എങ്ങനെ ആക്കും? റേഷനരിയൊക്കെ കിട്ടുമല്ലോ സാറേ, അത് വാങ്ങിക്കും. പിന്നെ ഇവർക്ക് വണ്ടിക്കൂലിയാണ് നമ്മളെ പ്രശ്നമായിട്ട് വരണത്. വണ്ടിക്കൂലി കൊടുക്കാനാണ് പാട്. ഉള്ള വണ്ടിക്കൂലി ഇപ്പം എങ്ങനെയെങ്കിലും തൊഴിലുറപ്പ് ചെയ്ത് 2500 കൊടുത്ത് ബാക്കി കൊടുത്തില്ല. മോനോ 1000 രൂപ ഫീസും കൊടുത്ത്. അപ്പോൾ 1000 രൂപ അങ്ങ് തീർന്ന് 4000 കിട്ടിയത്. എല്ലാം ചെയ്യും, കുഴിയെടുക്കും, എല്ലാം ചെയ്യും. ഒരു മനസ്സുകൊണ്ടെങ്കിൽ ചെയ്യണം, അല്ല ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ട് ചെയ്യണമാണ്, അല്ലാതെ പറ്റില്ല. അനുപമയ്ക്കും ഒരേ ഒരു സ്വപ്നം. അമ്മാമ്മ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതുവരെയൊക്കെ എത്തി. ഇനി അമ്മാമ്മ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളെ രണ്ടുപേരും ചെയ്യണതും ഫീസും എല്ലാം അമ്മാമ്മ തന്നെ ചെയ്യണം. നമ്മളൊന്നും അറിയണ്ട. അമ്മയില്ലെന്ന് അച്ഛയില്ലെന്ന് അങ്ങനെയൊന്നുമില്ല. ഇനി എനിക്ക് വലുതായിട്ട് അമ്മാമ്മ നോക്കണമെന്നുണ്ട്. അമ്മാമ്മേനെ ജോലിക്ക് വിടണ്ട, പിന്നെ എൻ്റെ പൈസ കൊണ്ട് തന്നെ നോക്കണം. പിന്നെ നമ്മളെ വീട് ശരിയാക്കി എടുക്കണം. പിന്നെ എൻ്റെ അനിയൻ്റെ പഠിത്തം നോക്കണം. കൈക്കരുത്തുകൊണ്ട് മണ്ണിനെ കീഴടക്കുന്ന ഓമനയമ്മൂമ്മ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു മനക്കരുത്തുകൊണ്ട്. എം എസ് സുജിത്തിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.